പിന്നെ ജമാഅത്തെ ഇസ്ലാമി സിമിയായി നിന്ന് മാറ്റി പിന്നെ NDF ഉണ്ടാക്കിയാ പിന്നെ ഇവിടുന്ന് ചാരോ. NDF ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരില്ല എന്നല്ല ചിലപ്പോ പറയാൻ കഴിയും. മുൻ ജമാഅത്ത് ഇസ്ലാമിക്കാരില്ല. പിന്നെ മൗദൂദ് സാഹിബിന്റെ പുസ്തകം വായിച്ചിട്ടാണ് NDF ഉണ്ടായത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അഷ്റഫ് കൽപ്പറ്റ എന്ന മുജാഹിദ് നേതാവ് മൗദൂദ് സാഹിബിന്റെ പുസ്തകം വായിച്ചിട്ടോ അതോ കെ മൗലവിയുടെ പുസ്തകം വായിച്ചിട്ടായിരിക്കും NDF ഉണ്ടായത്? നമ്മളെ മർഹൂം അലവി മൗലവി സാറിന്റെ മകൻ സയ്യിദ് സാഹിബ് ഉണ്ടല്ലോ, NDFന്റെ സംസ്ഥാന ചെയർമാനായി. അത് മൗദൂദ് സാഹിബിന്റെ പുസ്തകങ്ങളൊപ്പം നമ്മളെ മുജാഹിദുകളൊക്കെ വായിക്കല്. മുജാഹിദുകളൊക്കെ NDF ആയത് മാറിയത് മൗദൂദ് സാഹിബിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? എങ്കിൽ മൗദൂദ് സാഹിബിന്റെ പുസ്തകമായിരിക്കുമല്ലോ അവരൊക്കെ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഒരാൾ NDF-ലില്ല. ഇല്ലെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കേരളത്തിൽ ഒരു പക്ഷേ ഏക മുസ്ലിം സംഘടന. വേറെ ചിലതിലൊക്കെ പിടികൂടപ്പെടുമ്പോൾ ചിലപ്പോൾ അവർ വേറെ പല സംഘടനകളായി. ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യപൂർവ്വം അവകാശപ്പെടാൻ കഴിയും അതിന്റെയോ അതിന്റെ പോഷക സംഘടനയുടെയോ ഒരാളും ഇന്ത്യ പ്രവർത്തകരായിട്ടില്ല. എന്നല്ല അത് മറ്റൊരു സംഘടനയെ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രശ്നവും അതിൽ ഉത്ഭൂതമാവുന്നില്ല എന്നതാണ് വസ്തുത. ജമാഅത്ത് ഇസ്ലാമി ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാതിരിക്കുക എന്ന് അതിന്റെ അടിസ്ഥാനമാണ്, കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനമാണ്. സയ്യിദ് മൗദൂദി അതേക്കുറിച്ച് വളരെ കണിശമായി പറഞ്ഞു. ഒരു കാരണവശാലും തീവ്രവാദം ഭീകരവാദം പാടില്ല. അറബി വാക്കുകളോട് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തോട് മുഴുവനും പറഞ്ഞിട്ടുണ്ട്.